ചിന്താമണി വരക്കുന്നത് டாப் குவாலிட்டி பசு மாத்திரம் வரும் ചേട്ടാ. 2 പല്ല് 4 പല്ല് കടിഞ്ചല്ലേ ഒരു 20 ലിറ്റർ ABS സമൻ പോട്ട പശു കിട്ടും ചേട്ടാ. ഇവിടെ കേരളത്തിൽ നിന്ന് തന്നെ നാട്ടിൽ നിന്ന് എടുക്കുന്നതും ഇവിടെ വന്ന് പശുക്കളെ എടുത്തുള്ള ബെനിഫിറ്റ് എന്താണ്? എന്താ അവിടെ വന്ന് സുമാർ ബ്രീഡ് റേറ്റ് വന്ന് ഇവിടെ വന്ന് டாப் ക്വാളിറ്റി அந்த റേറ്റ് കിട്ടും ചേട്ടാ. അതായത് ഇതൊക്കെ എന്ന് പറയുമ്പോൾ സുമാർ ബ്രീഡ് ആണ്. ഇത് വാങ്ങുന്ന വിലക്ക് നാട്ടിൽ മേടിക്കുന്ന വിലക്ക് ഉங்க നാട്ടിൽ இந்த വിലക്ക് ഇവിടെ டாப் ക്വാളിറ്റിയെ മേടിக்கலாம் ചേട്ടാ. ഓക്കെ ചേട്ടാ ഇത് ഒരു 60 to 70 ലിറ്റർ ഉറപ്പായിട്ട് കിട്ടും ചേട്ടാ. അതായത് ഒരു 30-35 ലിറ്റർ വരെ പാൽശേഷിയുള്ള പശുവാണ്. കന്നിയിലാണ് ഇതിന്റെ ഒരു ഹൈറ്റ് വെയിറ്റ് ചെയ്യണത്. ചേട്ടന്റെ തല പൊക്കം പോയിരിക്കുകയാണ്. ലാംഗ്വേജ് ഒന്നും കുഴപ്പമില്ല. ഇവിടെ வந்து ரேட் கம்மியா நம்ம பார்கின் செஞ்சு அவர்கிட்ட അനുസരിച്ച് നമ്മൾ എടുത്ത് കൊടുക്കും. അതായത് മാക്സിമം കുറഞ്ഞ വിലക്ക് എടുത്ത് കൊടുക്കും. കുറഞ്ഞ വില എടുത്ത് കൊടുക്കും. നല്ല ആന വലിപ്പത്തിലുള്ള നല്ല ടോപ്പ് ക്വാളിറ്റി HFന്റെ പശുക്കൾ മാത്രം വരുന്ന ചന്ത. അതായത് ഒരു 20 ലിറ്റർ മുതൽ 30-35 ലിറ്റർ വരെ പാൽ കപ്പാസിറ്റിക്ക് അകത്തുള്ള പശുക്കൾ മാത്രമാണ് നമ്മുടെ ഈ ഒരു ചന്തയിൽ വരുന്നത്. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മുടെ ചിന്താമണി മാർക്കറ്റിലാണ് കേട്ടോ. നമ്മുടെ കർണാടകയിലുള്ള ചിന്താമണി മാർക്കറ്റിലാണ്. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ നല്ല നല്ല പശുക്കൾ ഏകദേശം ഒരു 10,000-2000 കുറയാതെ പശുക്കൾ ഈ ഒരു ചന്ത ദിവസം ഇവിടെ വരുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള പശുക്കളെ മാക്സിമം കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് ഫാമിലേക്ക് വാങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള കിടുക്കാച്ച പശുക്കളാണ് ഈ ഒരു ചന്തയിൽ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എല്ലാ ഞായറാഴ്ച ദിവസവും വെളുപ്പിനെ തുടങ്ങുന്ന മാർക്കറ്റാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഏകദേശം ഒരു 7-7:30 പരുവം ആയിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് പശുക്കളെ വാങ്ങാനായിട്ട് വരുന്നവരോട് ഒരു കാര്യം ഞാൻ എടുത്തു പറയുകയാണ്. നല്ല രീതിയിൽ പശുക്കളെ നോക്കിയെടുക്കാൻ കഴിയുന്ന ഒരാളെ കൂടെ കൂട്ടുക. പിന്നെ ഇവിടുത്തെ ലോക്കൽ സപ്പോർട്ടിന് നമുക്ക് ഒരാളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഗൗതം ബ്രോയാണ്. മാക്സിമം കുറഞ്ഞ വിലയ്ക്ക് നല്ല നല്ല പശുക്കളെ നമുക്ക് വില പേശി നമുക്ക് സെറ്റ് ചെയ്ത് തരും. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷനും മറ്റു കാര്യങ്ങൾ A to Z കാര്യങ്ങൾ പുള്ളി ചെയ്തു തരുന്നതാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പർച്ചേസ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കണ്ടും കേട്ട് തന്നെ മനസ്സിലാക്കാം. അപ്പൊ ആന വലിപ്പത്തിലുള്ള നല്ല അടിപൊളി 2 ചിന്താമണി പശുക്കൾ. ഇതാണ് അതിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. മടിസെറ്റ് കാര്യങ്ങളല്ലേ ചേട്ടാ? ഇത് എത്ര പാല് കിട്ടും ചേട്ടാ? ഇത് ഒരു 60 to 70 ലിറ്റർ ഉറപ്പായിട്ട് കിട്ടും ചേട്ടാ. അതായത് ഒരു 30-35 ലിറ്റർ വരെ പാൽശേഷിയുള്ള പശുവാണ്. കണ്ടിപ്പാ കിട്ടും. ആ രീതിയിലുള്ള ക്വാളിറ്റി ഉണ്ട്. അതായത് ഹൈറ്റും വെയിറ്റും കണ്ടല്ലേ? പഞ്ചാബി പശുവിന്റെ മടിയുണ്ട് അല്ലേ? കണ്ടിപ്പാ ആന മടിയുള്ള പശുവാണ് ചേട്ടാ. അതായത് 5 പശുക്കൾ എടുക്കുന്നിടത്ത് ഈ 2 പശു മതി ചേട്ടാ. ഫാം കസ്റ്റമർ ഫാം തുടങ്ങുന്ന കസ്റ്റമർ ഇവിടെ വന്നാൽ മതി ചേട്ടാ. ഈ രീതിയിലുള്ള മതി. രണ്ടാം പേര് ചേട്ടാ. രണ്ടാം പേരാണ് டாப் ക്വാളിറ്റി ചേട്ടാ. ഇത് ABS സമൻ போட்டிருக்கு. ஜெர்மன் ബ്രീഡ്. ഇത് HF ചേട്ടാ. എത്ര ദിവസം ഉണ്ടാവും ചേട്ടാ? ഇന്ന് ഒരു വാരത്തിക്കുള്ള ബസ് വെച്ചിരും. ഒരു വാരത്തിക്കുള്ള? ആമാ ചേട്ടാ. നമുക്ക് ഇതിന്റെ ഒരു വില ചേട്ടാ വില ഇത് 2.5 to 3 ലക്ഷത്തിന് താഴെ വന്നു ചേട്ടാ. 2 to 3 ലക്ഷത്തിന് താഴെ വന്നു. ഇത് എവിടത്തേക്ക് എടുത്താണ് നമ്മള് ചേട്ടാ? ഇത് എങ്ക പോകുന്നത് ചേട്ടാ? തമിഴ്നാട് പോകുന്നത്. തമിഴ്നാട്ടിലേക്ക് നമ്മുടെ കസ്റ്റമറിലേക്ക് എടുത്താണ്. ആമാ ചേട്ടാ. മച്ചാനെ, അപ്പൊ നമുക്ക് ഈ ചിന്താമണി പശുക്കളുടെ പ്രത്യേകത എന്താണ് ചേട്ടാ? ചിന്താമണി വരക്കുന്നത് டாப் ക്വാളിറ്റി പശു മാത്രം വരും ചേട്ടാ. ടോപ്പ് ക്വാളിറ്റി മാത്രമാണ്? டாப் ക്വാളിറ്റി മാത്രം വരും ചേട്ടാ. 2 പല്ല് 4 പല്ല് കടിഞ്ചല്ലേ ഒരു 20 ലിറ്റർ ABS സമൻ പോട്ട പശു കിട്ടും ചേട്ടാ. ഇവിടെ കടിഞ്ഞൂല്ല മിനിമം ഒരു 20 ലിറ്റർ കിട്ടുന്ന രീതിയിലുള്ള പശുക്കൾ മാത്രം? ആമാ ചേട്ടാ. അതാണ് ഈ ഒരു മാർക്കറ്റിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ആമാ ചേട്ടാ. ഇവിടെ സുമാർ നമുക്ക് എന്ത് റേഞ്ചിലാണ് നമുക്ക് ചേട്ടാ? സ്റ്റാർട്ടിംഗ് റേറ്റ് பார்த்தீங்கன்னா ഒരു 80,000 ഒരു 1.5 ലക്ഷം വരെ പശു കിട്ടും ചേട്ടാ. 1.5 ലക്ഷം രൂപ വരെ ചേട്ടാ? എനിക്ക് ഒരു 25 എടുത്തേക്ക് ചേട്ടാ. 25ഓളം അടിപൊളി പശുക്കളാണ്. സൂപ്പർ പശുക്കളാണ് മൊത്തം. അത്യാവശ്യം നല്ല മടിയുള്ള നല്ല ബ്രീഡ് പശുക്കളാണല്ലോ. ബ്രീഡ് മാത്രം ഇവിടെ വരുന്നുണ്ട് ചേട്ടാ ചിന്താമണി മാർക്കറ്റ്. എല്ലാ പശു നോക്കുங்க. കടിഞ്ചല് 2 പേര് മാക്സിമം பார்த்தீங்கன்னா 3 പേര് നല്ല വലുപ്പത്തിൽ വന്നാ മേടിப்போம். ഇല്ലാതെ മേടിക്ക മാട്ടോം. എല്ലാമേ കടിഞ്ചൽ ചേട്ടാ. ഇത് കടിഞ്ചൽ കുട്ടിക്ക്. ഓക്കെ, നമുക്ക് കുട്ടികളൊക്കെ ഇല്ലേ കാഫ്? അത് എന്താ റേഞ്ച്? അത് വരുന്നു ചേട്ടാ ഒരു 10,000-20,000 സ്റ്റാർട്ടിങ്. 10,000-20,000 എന്ന ദിവസം പ്രായമുള്ള ചേട്ടാ? ഒരു 8 മാസം ഒരു മാസം ഒരു വർഷം ആ റേഞ്ചുള്ള നമുക്ക് ഒരു 20-25 രൂപയ്ക്ക് മേടിക്കാനായിട്ട് മേടിക്കാം. അതിനെ കുട്ടിയെന്ന് പറഞ്ഞാൽ വളർത്തിയെടുക്കുമ്പോൾ ഏകദേശം ഇതേപോലെ നല്ല ചിന്താമണി ബ്രീഡ് ചേട്ടാ. ഈ ചിന്താമണി ശരിക്കും ഞങ്ങളുടെ നാട്ടിലേക്ക് ഒരുപാട് ആൾക്കാർ പശുവിനെ കൊണ്ടുവരുന്നു. ആമാ ചേട്ടാ. അപ്പൊ അവിടുന്ന് കേരളത്തിൽ നിന്ന് തന്നെ നാട്ടിൽ നിന്ന് എടുക്കുന്നതും ഇവിടെ വന്ന് പശുക്കളെ എടുത്തുള്ള ബെനിഫിറ്റ് എന്താണ് അതിനകത്തുള്ള ചേട്ടാ? ഇപ്പൊ നമ്മുടെ നാട്ടിலேயே ഇവിടെ ചിന്താമണി ബ്രീഡ് കിട്ടുന്നത് ചേട്ടാ കേരളയില്. അവിടെ ഇത് സുമാർ ബ്രീഡ് കിട്ടും. സുമാർ ബ്രീഡ് റേറ്റുക്ക് ഇവിടെ അവിടെ സുമാർ ബ്രീഡ് റേറ്റ് ഇവിടെ டாப் ക്വാളിറ്റി அந்த റേറ്റ് കിട്ടും ചേട്ടാ. അതായത് ഇതൊക്കെ എന്ന് പറയുമ്പോൾ സുമാർ ബ്രീഡ് ആണ്. ഇത് വാങ്ങുന്ന വിലക്ക് നാട്ടിൽ മേടിക്കുന്ന വിലക്ക് ഉங்க നാട്ടിൽ இந்த വിലക്ക് ഇവിടെ டாப் ക്വാളിറ്റിയെ മേടിക്കണം ചേട്ടാ. ഓക്കെ ചേട്ടാ. അടുത്ത് നോക്കുന്നത് 4 പല്ല് കന്നിയാണിത്. ആമാ ചേട്ടാ. കന്നിയിലാണ് ഇതിന്റെ ഒരു ഹൈറ്റും വെയിറ്റ് ചെയ്യണത്. ചേട്ടന്റെ തല പൊക്കം പോയിരിക്കുകയാണ്.
നല്ല ഹൈറ്റ് വെയിറ്റ്, അത്യാവശ്യം നല്ല മഴ കാര്യങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇപ്പൊ എത്ര ദിവസം ഉണ്ട് ചേട്ടാ? 20 ദിവസം ടൈം ഇருக்கு. 20 ദിവസം സമയമുണ്ട് കേട്ടോ. ஆமா ചേട്ടാ. അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ല, ഇണക്കമുള്ള പശു തന്നെയാണ്. കണ്ണില് അടങ്ങി നിപ്പുണ്ട് സാധനം. കണ്ടിപ്പാ, അതെല്ലാം ഒന്നും കുഴപ്പം വരാതെ ചേട്ടാ, യാര് വേണா നോക്കിக்கலாம். നമുക്ക് ഇത് 20 ലിറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് 25 ലിറ്റർ ധാരാളമായിട്ട് കിട്ടും. 25 കിട്ടും, പക്കാവ കിട്ടും. ആ നിലയ്ക്ക് നിൽക്കുകയാണ്. കണ്ടിപ്പാ കിട്ടും ചേട്ടാ. ഓക്കെ, ശരിക്കും കണ്ണില് തന്നെ നമ്മുടെ നാട്ടിലൊരിക്കലും அதுக்கே இவ்வளோ கண்ணிலே 25 லிட்டர் கெப்பாசிட்டிக்கு சிந்தாமணி வருന്നുണ്ട്. ABS അമ്മണിട്ട് இருக்க പശു ഇത്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ആമാ ചേട്ടാ. ഓക്കെ, അപ്പൊ ഫാമിൽ നമുക്ക് കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ഒരു 7-8 പ്രസവം നിർത്തി തരത്തിലുള്ള നല്ല ആരോഗ്യമുള്ള പശു കേട്ടോ. കണ്ടിപ്പാ ചേട്ടാ. നമുക്ക് ഇത് എങ്ങനെയായി ചേട്ടാ? 120 മേടിച്ചത്. 120. ഓക്കെ ഓക്കെ, അതിനുള്ള ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അതിനുള്ള പശു ഉണ്ട്. ശരിക്കും ഇത് മൊബൈലിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു ഹൈറ്റോ വെയിറ്റോ ഒന്നും കൃത്യമായിട്ട് മനസ്സിലാവണമെന്നില്ല, നേരിട്ട് കാണുമ്പോൾ പറയാം ടോപ്പ് ക്വാളിറ്റി പശു തന്നെയാണ് ചേട്ടാ. ഇത് HF ടോപ്പ് ക്വാളിറ്റിയാണ് ബ്രീഡ് ചേട്ടാ. ഓക്കെ, രണ്ടും കൂടി ഒരു 60 ലിറ്റർ പാൽ കിട്ടും ചേട്ടാ. രണ്ടും കൂടി ഒരു 60 ലിറ്റർ, 30 ലിറ്റർ ശരാശരി കിട്ടും. അതിനുള്ള ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള പശുവാണ്. നമ്മളെ അണ്ണന്റെ തലപ്പൊക്കം ഉണ്ട് കേട്ടോ, അതിന്റെ ഹൈറ്റ് കണ്ടത്. ഇതിനൊക്കെയുള്ള പശുക്കളാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ഒട്ടകത്തിന്റെ രീതിയിൽ നിൽക്കുന്നതാണ് അല്ലേ? അന്തമാതിരി ക്വാളിറ്റി, ആ രീതിയിലുള്ള ക്വാളിറ്റിയാണ്. നമുക്കൊരു 30 ലിറ്റർ കിട്ടുമെന്നാണ് പറയുന്നത്. ചേട്ടാ എന്ത് அளவு ക്വാളിറ്റി ആയിട്ടുണ്ട്. ഇത് 3ാം പ്രസവം അല്ലേ? ஆமா, இது 3வது பிரசவம் ചേട്ടാ. இன்னும் டைம் இருக்கு, இன்னும் ஒரு 15 ദിവസം ടൈം இருக்கு. ഇത് பாத்தீங்கன்னா ஒரு மாசமே ஆகும் ചേട്ടാ. ഇത് ഒരു മാസം ടൈം ഉണ്ട്. കുറച്ചുകൂടെ നല്ലത് ഇത്. ஆமா ചേട്ടാ, கொஞ்சம் லாங் ഡിസ്റ്റൻസ് പോറക്കെല്ലാം ഒന്നും കുഴപ്പമില്ല. ആ രീതിയിൽ നമുക്ക് എത്ര മാസം തൊട്ടുള്ളത് കിട്ടും നമുക്ക് ഇവിടെ? ചേട്ടാ ഇവിടെ பாத்தீங்கன்னா ஒரு ஹையஸ்ட் ஒரு மாசம் வரைக்கும் மேடிக்கலாம். ആ രീതി ഒരു മാസം ഡിസ്റ്റൻസ് ரெடி வரும். மேக்ஸிமம் ஒரு 10 ദിവസം 12 ദിവസം പ്രസവ வைக்கிற மாதிரி வரும். லாங் டிஸ்டன்ஸ் போறனால ஒரு மாசம் கழிச்சு പ്രസവ வைக்கிற மாதிரி മേടിച്ചിருக்கு. അതായിരിക്കും നല്ലത്. ആമാ ചേട്ടാ. ഓക്കെ, അപ്പൊ അതെല്ലാം നോക്കിക്കണ്ട് നമ്മൾ ചെയ്തു കൊടുക്കും. ഇതിന്റെ വില പറഞ്ഞില്ല ചേട്ടാ? വില 220 വന്നു. 220. ആമാ, 110 110. ഓക്കെ ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നല്ലൊരു പ്രൈസിലാണ് നമുക്ക് എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഹോളോ ബ്ലാക്ക് പശു ഒക്കെ ഉണ്ടല്ലോ, ജേഴ്സി കളർന്ന ക്രോസ് ബ്രീഡ്, ഇതിന് എന്ത് റേഞ്ച്? ചേട്ടാ ഒരു 70,000 80,000 அந்த റേഞ്ചിൽ നമുക്ക് പാലൊക്കെ എത്ര പ്രതീക്ഷിക്കും? പാൽ ഒരു 20 ലിറ്റർ കിട്ടും ചേട്ടാ. 20 ലിറ്റർ കിട്ടും. കാര്യം ഒരു 18 to 20 കിട്ടും. ആ രീതിയിലുള്ള വലിപ്പം, ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള പശുക്കളാണ്. അപ്പോ മിനിമം ഈ പറഞ്ഞ റേറ്റിൽ നമുക്ക് ഈ രീതിയിലുള്ള പശുക്കളും കിട്ടും. പാല കട്ടി കുറവാണ്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആൾക്കാർക്ക് മിക്സഡ് ആയിട്ട് ചെയ്യണമെങ്കിൽ ഒരു 10 പശു മേടിക്കുകയാണെങ്കിൽ ഒരു ജെർസി 1-2 അതിലുള്ള കൂട്ടിന് SNF ഫാക്ട് കിട്ടും ചേട്ടാ. ഓക്കെ ഓക്കെ, അപ്പൊ ഇതിന് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ട്രാൻസ്പോർട്ട് വണ്ടി ഉണ്ട് ചേട്ടാ. ബെത്ത വണ്ടി ഒരു 15 പശു പോടുற വണ്ടി ഉണ്ട്, 5 പശു പോടുற വണ്ടി ഉണ്ട്, 30 പശു പോடுற வரைக்கும் நம்ம கிட்ட வண்டி உண்டு. അതിന്റെ ചാർജ് എങ്ങനെ ഒരു ലോങ് ഇരിക്കില്ല? லாங் இருக்கு ചേട്ടാ. കിലോമീറ്റർ நம்ம சேலம் வரைக்கும் ஒரு வாடகை வாங்கிக்கும். பஸ்ஸுக்கு ஒரு 2000 ரூபாய் மேடிச்சுக்கோம் சேலம் வரைக்கும். ஆமா சேட்டா, சேலத்துல இருந்து திருச்சி கொடுக்கும். 5 பஸ்னா ஒரு கிலோமீட்டர் வாடகை போடுவோம், 10 பஸ்னா ஒரு கிலோமீட்டர் வாடகை போடுவோம். அப்படிதான் பேப்பர் கீப்பர் எல்லாமே டாக்குமெண்ட் எல்லாம் ரெடி பண்ணி கொடுக்கும். എല്ലാം റെഡി ആക്കും. டாக்டர் സർട്ടിഫിക്കറ്റ് എല്ലാം பண்ணி. പശു ഇവിടുന്ന് വാങ്ങിച്ച് നാട്ടിലെത്തുന്നവരുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും. நம்ம பண்ணி கொடுக்கும் ചേട്ടാ. ഇവിടെ ലാംഗ്വേജ് ಏನು കുഴപ്പമില്ല ചേട്ടാ. ഇവിടെ കന്നഡ ലാംഗ്വേജ് தான் പറയുது. ഇവിടെ ലാംഗ്വേജ് ഒന്നും കുഴപ്പമില്ല. ഇവിടെ வந்து ரேட் கம்மியா நம்ம பார்கின் செஞ்சு அவர்கிட்ட அனுசரிச்சு நம்ம எடுத்து கொடுக்கும். അതായത് മാക്സിമം കുറഞ്ഞ വിലക്ക് എടുത്ത് കൊടുക്കും. കുറഞ്ഞ വില എടുത്ത് കൊടുക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ഗൗതമിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു എപ്പിസോഡോട് വീണ്ടും കാണുന്നവരെ